ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിലെ നമ്മൾ 87 ശ്ലോകങ്ങൾ ചെറുതായിട്ട് നമ്മളൊന്ന് പരിചയപ്പെട്ടു. ഏകദേശം ഇതിൻ്റെ അവസാന ഭാഗത്തേക്കാണ് നമ്മൾ വരുന്നത്. 88-ാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോൾ ഗുരു സൂചിപ്പിക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ സത്ത, അത് സകലവും ഉള്ളത് തന്നെ തത്വചിന്താഗ്രഹനിത് സർവവും ഏകമായി ഗ്രഹിക്കും. അകമുഖമായി അറിയായെങ്കിൽ മായയാം വൻ പക പലതും ഭ്രമമേകിടുന്നു പാരം. അപ്പം ഇവിടെ വളരെ ലളിതമെന്ന് തോന്നുന്ന അതിഗഹനമായ ഒരു ആശയത്തെ, ഒരു തത്വത്തെ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഈ ലോകവും അല്ലെങ്കിൽ ഈ പ്രപഞ്ചവും ഞാനും തമ്മിലുള്ള ബന്ധം, അതാണ് ആത്മാ അല്ലെങ്കിൽ പരമ്പൊരുൾ, പരമാത്മാ, പരബ്രഹ്മം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ പരമമായിട്ടുള്ള സത്യം, അതുമായിട്ടുള്ള ബന്ധം, അതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഈ കൃതിയിലൂടെ അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ടുള്ള ആ ഒരു തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ എപ്പോഴും എല്ലാവർക്കും 90-95% ആളുകൾക്ക് ജ്ഞാനമാർഗം അപ്രാപ്യമായി നിൽക്കുന്നത് അവരുടെ മുൻവിധികൾ തടയുന്നു എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും നമ്മളിങ്ങനെ ഒന്നിനെ സമീപിക്കുന്നത് മുൻവിധിയോടുകൂടിയാണ്. ആ മുൻവിധിയെ മാറ്റിയെടുക്കുമ്പോൾ പിന്നെ ജ്ഞാനം വളരെ എളുപ്പത്തിൽ സ്വായത്തമാക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഗുരു പറയുന്നത് സകലവും ഉള്ളത് തന്നെ, ഈ കാണുന്നതെല്ലാം, നമ്മുടെ കണ്ണുകൊണ്ട് കാണപ്പെടുന്ന ഇതെല്ലാം ഉള്ളത് തന്നെ എന്ന് പറഞ്ഞാൽ ഉണ്മ തന്നെയാണ്, സത്യം തന്നെയാണ്. ഉള്ളത് എന്ന് പറയുന്നത് ഉണ്മ എന്നുള്ളതാണ്. അപ്പോൾ ഏതൊന്നാണോ ഇവിടെ ഉണ്മയായിട്ടുള്ളത്, സത്യമായിട്ടുള്ളത്. പക്ഷേ തത്വചിന്താഗ്രഹൻ മാത്രമാണ് ഇതിനെ, ഈ സർവത്തിനെയും, ഈ കാണുന്നതിനെല്ലാം ഏകമായിട്ട് ഗ്രഹിക്കുന്നത്. അപ്പോൾ തത്വചിന്ത ശരിക്കും ആത്മാവിനെ കുറിച്ച് ഉള്ള ആ ഒരു സാക്ഷാത്കാരം നേടിയ, ഇതുവരെ ഗുരു നമ്മളോട് ഉപദേശിച്ച, സത്യാന്വേഷികളോട് ഉപദേശിച്ച അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ നോക്കുമ്പോൾ വരാവുന്ന സംശയത്തെയും കൂടിയാണ് ഗുരു പരിപൂർണമായിട്ട് ഇല്ലാതാക്കുന്നത്. അപ്പം ഇത് ഇത്രയും നമ്മൾ പഠിക്കുമ്പോൾ, ഇത്രയും നമ്മൾ മനനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു തലത്തിലേക്ക് വരണമെന്നുള്ളതാണ്. തത്വചിന്താഗ്രഹനായിട്ട് നമ്മൾ ഓരോരുത്തരും മാറേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള ഒരാൾക്ക് മാത്രമാണ് ഇത് എല്ലാം ഒന്നായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ വിവിധങ്ങളായിട്ട്, ഭിന്നമായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, ഈ കാണുന്നതൊക്കെ ഭിന്നങ്ങളാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവൻ ചിന്താഗ്രഹനല്ല. അതായത് ശരിക്കുള്ള അറിവിനെ ഇത്രയും പറഞ്ഞിട്ടും അത് മനസ്സിലാക്കാൻ പറ്റാതെ അജ്ഞാനത്തിൽ തുടരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കൽ ഒരു സ്വാമി ആത്മോപദേശ ശതകം പോലെയുള്ള കൃതി കുറച്ച് ദിവസങ്ങൾ കൊണ്ട് വിശദമായിട്ടെടുത്താണ്. അപ്പോൾ 108 ദിവസത്തോളം ഒരു ശുദ്ധമായിട്ടുള്ള വേദാന്ത കൃതി എടുത്തു കഴിഞ്ഞപ്പോൾ അവസാനം അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോഴാണ് ഒരു വ്യക്തി അതിൽ നിന്ന് പറയുകയാണ്, ഞാൻ ഈ കഴിഞ്ഞ 10-11 വർഷമായിട്ട് പൊങ്കാലയ്ക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ സ്വാമിജിയുടെ ക്ലാസ് കാരണം കൊണ്ട് ഇപ്രാവശ്യം എനിക്ക് പോകാൻ പറ്റിയില്ല.
അതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടാകുമോ എന്നാണ് ഒരാളുടെ ഇത്രയും ദിവസം 108 ദിവസം ക്ലാസ്സിൽ വന്ന ഈ വേദാന്തം പഠിക്കാൻ വന്ന ഒരാളുടെ ചോദ്യമാണ്. അപ്പോൾ ആ ചോദ്യത്തിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? അത്രയും ദിവസം അവിടെ വന്നിരുന്ന് കേട്ടു എന്നുള്ളതല്ലാതെ യാതൊരു ചിന്തയും ബൗദ്ധികമായിട്ടുള്ള ഉണർവ് ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇവിടെയും ഗുരു പറയുന്നത് തന്നെയാണ്. ഇത്രയുമൊക്കെ ലളിതമായിട്ട് പല ഉദാഹരണങ്ങളിലൂടെ എന്ത് ആത്മാവ് അല്ല എന്നും എന്താണ് ആത്മാവ് അഥവാ തൻ്റെ സ്വരൂപമെന്നും തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങളാണ്. അപ്പോൾ അങ്ങനെ അത്രയും പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ചുറ്റുപാട് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ വിഭിന്നങ്ങളായിട്ടല്ല, മറിച്ച് ഏകമായിട്ട് തന്നെ കാണണം, ആ അറിവിലേക്ക് ഉണരണമെന്നാണ്. സാധിക്കാത്തത് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അകമുഖമായി അറിയായെങ്കിൽ മായയാം വൻപക പലതും ഭ്രമമേകിടുന്നു. അതുകൊണ്ട് ഈ രീതിയിൽ അകമുഖമായി അറിയായെങ്കിൽ അകത്തേക്ക് ഇപ്പം നമ്മുടെ പുറത്തേക്കാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം പോകുന്നത്, പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അകത്തേക്ക് അത് നമ്മൾ തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോൾ, വിശകലനം ചെയ്യാതിരിക്കുമ്പോൾ മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്? ഇവിടെ മായയാകുന്ന വൻ പക ഭ്രമമേകിടുന്നത്. ആ ഭ്രമം കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ചുറ്റുപാടിൽ നമ്മൾ ഓരോ വ്യക്തികളും, നമ്മുടെ കുടുംബവും സമൂഹവും രാജ്യവും അതുപോലെ തന്നെ ഇന്ന് നടക്കുന്ന ഏത് ആക്രമങ്ങൾക്കും, മതത്തിൻ്റെ പേരിലായാലും ശരി, രാജ്യത്തിൻ്റെ പേരിലായാലും ശരി, എവിടെയും ഈ ഭ്രമം കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. വൻ പക ഉണ്ടാകുന്നത് അതുതന്നെയാണ് എന്ന് ഗുരു വളരെ ലളിതമായി മാനവരാശിയോട് പറയുകയാണ്. അത് മനസ്സിലായാൽ അവനവൻ്റെ ജീവിതം കൃതകൃത്യമാകും, ഇല്ലെങ്കിൽ അത് വീണ്ടും ദുഃഖമയമായി തീരുമെന്നുള്ള ഇതാണ് ഗുരു ഇവിടെ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു അറിവിലേക്ക് എത്തിപ്പെടാൻ ശ്രമിക്കാം. ഏവർക്കും നമസ്കാരം.